ഹായ് ഹലോ നമസ്കാരം. സ്നിജാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നൊരു ബീഫ് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നല്ലവണ്ണം കഴുകി വൃത്തിയാക്കിയ ബീഫിലേക്ക് ഒരു സബോളയാണ് ഞാനിതിലേക്ക് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു തക്കാളിയുടെ പകുതി നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, 2 പച്ചമുളക്, വേപ്പില എന്നിവ ഇടുക. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, അത് കുറച്ച് ഇനി ഒരു വെളിച്ചെണ്ണ കൂടി നമുക്ക് ചേർത്ത് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഉപ്പിടാൻ മറന്നു, അതുകൊണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. ഉപ്പ് നമ്മുടെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത ശേഷം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് നാളികേരം കൂടി ചെറുതായി കട്ട് ചെയ്ത നാളികേരം കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനിയൊന്ന് നമുക്ക് ഒരു മസാല തയ്യാറാക്കാം. അതിലേക്ക് നമ്മൾ പൊടിയൊന്നും ഇടേണ്ട ആവശ്യമില്ല. വെറുതെ കുറച്ച് സബോളയും അതേപോലെ തന്നെ തക്കാളിയും വേപ്പില, പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്തിട്ടുണ്ട്. അത് ജസ്റ്റ് ഒന്ന് നന്നായി ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് ഈ വേവിച്ച് വെച്ചിട്ടുള്ള ബീഫ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ബീഫ് നന്നായി കുറുകി വരുന്ന സമയത്ത് നമുക്ക് ചുവന്നുള്ളിയും വേപ്പിൻ്റെ ഇലയും കൂടിയിട്ട് വെളിച്ചെണ്ണയിൽ മൂപ്പിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബീഫ് കറി റെഡിയായി കഴിഞ്ഞു. എല്ലാവരും മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. ഓക്കെ.